ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ വീട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ജിൻഡോ ചേട്ടന്റെ വീടും റൂമും എല്ലാം ഒന്ന് നന്നായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ പണിയും കുറച്ചറിയാം. കുറച്ച് ആനേനെ മാത്രം നോക്കില്ല. ആന പാപ്പാനാവാൻ പോയില്ല അത്. പിന്നെ അല്ല അതുണ്ടെങ്കിൽ അതും പോയേനെ അല്ലേ. ഈ ജിൻഡോ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ആളുകളൊക്കെ ഇങ്ങനെ കേറി നിന്ന് ഇങ്ങനെ ചാച്ചയൊക്കെ കൊടുക്കുന്നില്ലേ, അതേപോലെ ഇവിടെ കേറി നിന്ന് ഇങ്ങനെ ചാച്ച അപ്പച്ചനും കൂടിക്കൊണ്ടു കേട്ടോ. ഞാൻ ജിൻഡോയുടെ അപ്പനാന്ന്. ഇതൊക്കെ ആരും ഉണ്ടാക്കിയതാ? ഇതൊക്കെ അപ്പച്ചന്റെ. ഇങ്ങനെ ജിൻഡോ ചേട്ടൻ ഇങ്ങനത്തെ വല്ല സൂത്രപ്പണികളും ഉണ്ടോ? കൊറോണ ഒന്ന് വെറുതെ ഇരുന്നപ്പോ വെറുതെ ഇരുന്നപ്പോ ഇതൊക്കെയായിരുന്നു പണികളല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ, നമുക്ക് ബാക്കിൽ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ടൊരു ഫ്ലെക്സ് ഒക്കെ ജിൻഡോ ചേട്ടൻ്റെ അയൽക്കാർ ജിൻഡോ ചേട്ടന് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തൊരു ഭംഗിയാണ് നിൽക്കുന്നത് തന്നെ കാണാം അല്ലേ. അതും ജിൻഡോ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ നമ്മൾ നിൽക്കുന്നത്. ജിൻഡോ ചേട്ടൻ്റെ വീടിനോട് ചേർന്നാണ് ഈ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജിൻഡോ ചേട്ടൻ്റെ വീട് കൂടി ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ വീട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജിൻഡോ ചേട്ടൻ്റെ വീടും റൂമും എല്ലാം ഒന്ന് നന്നായിട്ട് കാണാം. ജിൻഡോ ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ജിൻഡോ ചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ ജിൻഡോ ചേട്ടൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുക. നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്ന നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളിവിടെ ഇൻ്റർവ്യൂ എടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് ജിൻഡോ ചേട്ടൻ്റെ ഫസ്റ്റ് നമ്മൾ കയറുന്ന ഹോള്. അത്യാവശ്യം നല്ല കുഞ്ഞായിട്ടുള്ള നല്ല സെറ്റപ്പുള്ള ഒരു വീട്. ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നു. എവിടെ പോയി അപ്പച്ച അമ്മച്ചി? എവിടെയാ? നമ്മൾ ആദ്യം തന്നെ മുകളിലേക്കാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചനും അമ്മച്ചി ഇരിക്കുന്നത് മുകളിലാണ്. അപ്പം നമ്മൾ താഴെയൊന്നും അപ്പച്ചനും അമ്മച്ചി ഇല്ലാതെ നമ്മൾ ശരിയല്ലല്ലോ നോക്കുന്നത്. അപ്പം നമുക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ സാന്നിധ്യത്തിൽ ഈ വീട് കംപ്ലീറ്റ് കാണാം. അപ്പം നമ്മുടെ അപ്പച്ചനും അമ്മച്ചി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഹലോ, നമ്മളിപ്പോൾ കണ്ട് സംസാരിച്ചതൊക്കെയാണ്, എന്നാലും ഒരു ഫോർമാലിറ്റി അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ റൂം. ഏതാ? അപ്പം ഫസ്റ്റ് നമുക്ക് ജിൻഡോ ചേട്ടൻ്റെ റൂം കാണാം. ജിൻഡോ ചേട്ടൻ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ്റെ റൂമും തുടങ്ങാലോ അല്ലേ അമ്മച്ചി? വരൂ, കാണിച്ചു തരൂ എനിക്ക്. അപ്പച്ച വരുമോ? ഓക്കെ, ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ റൂം. കണ്ടോ, ഒരു അടിപൊളിയായിട്ട് ഒരു കുഞ്ഞ് സെറ്റപ്പിലുള്ള ഒരു കുഞ്ഞ് റൂം അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഒന്നുമില്ല, അധികം ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ നല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു റൂം. അങ്ങനെയാണോ പുള്ളി? അധികം ആർഭാടങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാണോ? അതെ, എല്ലാം ഇഷ്ടത്തിന്. ഇവിടെയാണോ കൂടുതൽ? എവിടെയാ സ്പെൻഡ് ചെയ്യാ വീട്ടിലുള്ളപ്പോ? ഇങ്ങോട്ട് വരുള്ളൂ അല്ലെങ്കിൽ താഴെ? ഓക്കെ, താഴെയാണ് അധികം ഉണ്ടാവും. എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും കുറെ നേരം. ഇവിടെ എനിക്ക് ഒന്ന് കിടക്കാൻ മാത്രം ചിലപ്പോ വരലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുറി. ജിൻഡോ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറി ഇതാണോ? യെസ്, ഞാൻ അത് മുന്നേ പറഞ്ഞു. പിന്നെ ജിൻഡോ ചേട്ടന്റെ റൂം കഴിഞ്ഞ് ഇവിടെ ഒരു കുഞ്ഞു മുറിയുണ്ട്. ഇത് ആരുടെ മുറിയാ? ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ റൂം. തേക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുറി അല്ലേ, തേപ്പ് മുറി അല്ലേ. ഇനി ഇവിടേക്ക് വരുമ്പോ ഒരു കുഞ്ഞൊരു ഹോൾ. ഇതാരുടെ ഈ ചെയർ? കലാകാരൻ വീണ്ടും ഇതൊക്കെയല്ലേ. ശരിക്കും അപ്പച്ച എന്താ ചെയ്യുന്നേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ പണിയും കുറച്ചറിയാം. കുറച്ച് ആനേനെ മാത്രം നോക്കില്ല. ആന പാപ്പാനാവാൻ പോയില്ല അത്. പിന്നെ അല്ല അതുണ്ടെങ്കിൽ അതും പോയേനെ അല്ലേ. എല്ലാ പണിയും ഇതിലിരിക്കാറുണ്ടോ? ഇരിക്കാറുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചേ താഴെയല്ലേ, കൊലായിലല്ലേ കൊണ്ടുവയ്ക്കുന്നത്? അതെ, ഇവിടെ വെച്ചു. അതെ അതെ അതെ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു റൂമും കൂടി ഉണ്ട്. ഇത് ആരുടെ റൂമാ? അനിയൻ വരുമ്പോ. ഇത് 3 കുട്ടികളാ അല്ലെ ഉള്ളത്? ജിൻഡോ ചേട്ടൻ ഏറ്റവും മൂത്തത്, പിന്നെ ഒരു അനിയൻ, പിന്നെ അനിയത്തി കാനഡയിലല്ലേ? അവിടെ കാനഡയിൽ കാണാറുണ്ടോ ബിഗ് ബോസ്?
കാനഡയിൽ കാണാറുണ്ട്. ആ വേൾഡ് വൈഡ് ആണല്ലോ, അപ്പൊ എല്ലായിടത്തും കാണാലോ. കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറയും. അപ്പൊ അങ്ങ് കാനഡ എന്നൊക്കെ വോട്ട് വരുന്നുണ്ട് ഫൈനലാണ് വരുന്നുണ്ട് അല്ലേ? അവിടെ എങ്ങനെയാ ജിൻഡോ ഫാൻസ് ഉണ്ടോ? അവിടെ ജിൻഡോനെ പ്രശ്നം അവർക്ക് ഭയങ്കര പ്രശ്നം. അവര് പോയിട്ട് അത്ര കാലങ്ങളായല്ലോ. അതെ, അപ്പൊ അവർക്ക് ഭയങ്കര കാനഡയിൽ വരെ നമുക്ക് ആളുകളുണ്ട്. മോക്കടെ ഭർത്താവിന്റെ പേര് ജോണി, മോക്കടെ പേര് ജിഷ, 3 കുട്ടികള്, അമ്മു, അപ്പു. എല്ലാരും ജിൻഡോ മാമന്റെ പേര് പറഞ്ഞ് ഷൈൻ ചെയ്യുന്നുണ്ടാവും അല്ലേ സ്കൂളിലൊക്കെ? ഇളവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പടിച്ചാൽ കമ്പ്യൂട്ടർ പഠിച്ചോളണം. ആ ഇവിടെ ഓഫറൊക്കെ തുടങ്ങി, കമ്പ്യൂട്ടർ വാങ്ങി തരണമെന്ന്. ഏഡിയൻ, മൂന്നാമത്തെ പേര് ഏഡിയൻ. ഏഡിയൻ, നൈസ് നെയിം. അപ്പൊ ഇവിടെ ഒരു റൂം. ഇതെന്താ? ഇത് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജാണോ? ഇതെന്താ ഇവിടെ ഒരു ഫ്രിഡ്ജ്? അത് വർക്ക് ചെയ്യണതാ. ഇവിടെ എന്തിനാ ഒരു ഫ്രിഡ്ജ് വെച്ചത്? വെച്ചു വെറുതെ. സാധാരണ നമ്മള് കിച്ചണിലൊക്കെ അല്ലേ ഫ്രിഡ്ജ് ഉണ്ടാവാ, ഇതൊരു ഹാളിലൊരു ഫ്രിഡ്ജ് അല്ലേ? ഇപ്പൊ മേലേന്ന് വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ താഴെ വരെ ഇറങ്ങി വരണ്ടല്ലോ. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ? ബാത്റൂം ആണോ? കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം. ഇവിടെ ഇത് അപ്പച്ചന്റെ സൃഷ്ടിയാണോ? അത് എന്റെ ഒരു കസേരയാണ്. തുണി ഇട്ടാ തുണി എടുത്തു വെച്ചേക്കുക. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് മേലെ ഇങ്ങനെയൊക്കെ എടുത്ത് അടുക്കി പൊറുക്കി വെച്ചിരിക്കും. ഇത് എത്ര കസേര ഉണ്ടാക്കി? 8 കസേരയോ? കസേര ഞാൻ ഒത്തിരി ഉണ്ടാക്കി വിൽക്കണ ആളാ. അങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് സൈഡാ. പിന്നെ ഇതൊരു കോമൺ ബാത്റൂം. പിന്നെ ഇവിടേക്ക് ഒരു എന്താ പറയാ, ഒരു ഓപ്പൺ ടെറസ് ആണോ ഇത്? പിന്നെ ഒരു സിറ്റ് ഔട്ട്. ഇവിടേക്ക് കയറിയാൽ നമുക്ക് എല്ലാവരെയും കാണാം. ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറയോ അപ്പച്ചാ? ഇവിടെ കയറി നിന്ന് ഇങ്ങനെ പറയോ? ഈ ജിൻഡോ ചേട്ടൻ വന്നു കഴിഞ്ഞാ നമ്മളെ ഈ വലിയ ആളുകളൊക്കെ ഇങ്ങനെ കേറി നിന്ന് ഇങ്ങനെ ചാറ്റൊക്കെ കൊടുക്കുന്നില്ലേ? അതേപോലെ ഇവിടെ കയറി നിന്ന് ഇങ്ങനെ ചാറ്റ് കൊടുക്കും. അപ്പച്ചനും കൂടിക്കൊണ്ടു കേട്ടോ. ഞാൻ ജിൻഡോയുടെ അപ്പനാന്ന്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകാം. അമ്മച്ചി പോകുന്നുണ്ട്. അപ്പം അമ്മച്ചിട്ട് പിന്നാലെ ഞാനും പോവാം. ഇനി ഇവിടേക്ക് കുറേ ആളുകൾ വരുമ്പോൾ കപ്പൊക്കെ ഇവിടെ നമുക്ക് ഉയർത്തി പൊന്തിച്ച് കാണിച്ചു കൊടുക്കണം. അത് സൗകര്യം കേട്ടോ. ഇവിടെ അത് നന്നായി, അത് അല്ലേ? ഫുള്ളായി. നമുക്ക് ഫുള്ള് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാം. അപ്പൊ ഇതാണ് മോളിൽ. ആരാ ഇവിടെ? ഇതൊക്കെ ആരും ഉണ്ടാക്കിയതാ? ആ, ഇതൊക്കെ അപ്പച്ചന്റെ. ഇങ്ങനെ ജിൻഡോ ചേട്ടൻ ഇങ്ങനത്തെ വല്ല സൂത്രപ്പണികളും ഉണ്ടോ? കൊറോണ ഒന്ന് വെറുതെ ഇരുന്നപ്പോ വെറുതെ ഇരുന്നപ്പോ ഇതൊക്കെയായിരുന്നു പണികൾ അല്ലേ? അപ്പൊ അന്ന് ജിൻഡോ ചേട്ടനും കൂടെ തന്നെ ഉണ്ടാവൂലായിരുന്നോ? ഇല്ല, അങ്ങനെ കൊറോണയ്ക്ക് പുള്ളി വീട്ടില് നമ്മള് സ്വസ്ഥമായിട്ട് ഒന്നും പോവാനൊന്നും പാടില്ലായിരുന്നു. കൊറോണയ്ക്ക് വന്നിരുന്നത്. അപ്പൊ ഇവിടെ വന്നാൽ കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യും, പിന്നെ ഇവിടെ പോയി അങ്ങനെ ചെയ്യും അല്ലേ? ഇതൊക്കെ കൊറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മുകളിലേക്ക് ആരും കേരളില്ലല്ലോ. ഞങ്ങളോട് അടിച്ചു വരാണ്ടിരുന്നു രാവിലെ. അല്ലെങ്കിൽ കാലത്ത് എങ്ങനെയെങ്കിലും എനിക്ക് അപ്പച്ചനായാലും കയറി അടിച്ചാൽ ഞാൻ. ഇപ്പൊ വയ്യല്ലോ, അതുകൊണ്ടാണല്ലോ. ആരും കയറുന്നില്ലല്ലോ. അതെ അതെ അതെ, കുഴപ്പമില്ല. ഇനി നമുക്ക് താഴേക്ക് പോവാം അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മുകളിലെ വിശേഷങ്ങൾ. നമുക്ക് താഴെ ഒന്നുകൂടി നോക്കാം അല്ലേ? താഴെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മള് താഴേക്ക് ഇറങ്ങാം. ബുദ്ധിമുട്ടില്ലല്ലോ? ആ, ഞാൻ ഈ സ്റ്റെപ്പ് കയറുമ്പോ തന്നെ അമ്മച്ചി നോക്കിയിരുന്നേ ഈ ഒരു ഫോട്ടോ. പക്ഷെ അപ്പൊ അപ്പച്ചി മേലെ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നേ. ഇത് ജിൻഡോ ചേട്ടൻ നല്ല ചെറുപ്പക്കാരനാണല്ലോ ഇതില് അല്ലേ? ഇത് എത്ര വയസ്സിൽ ഇപ്പൊ കിട്ടിയതാ? ആ, ചെറിയ ജിൻഡപ്പൻ അല്ലേ? ഇത് എന്തിനാ കിട്ടിയതാ അപ്പച്ചാ ഈ ഒരു പ്രൈസ്? ആലപ്പുഴയില് ഒരു പോലീസ് ഓഫീസറാണ് കൊടുക്കണത്. ആ, 2002 ആണോ? ഇതിന്റെ മുകളിൽ ക്ലിയർ അല്ല എനിക്ക്. ഇത് ഏത് വർഷം കിട്ടിയതാ? അത് ആലപ്പുഴ മിസ്റ്റർ കേരളാന്ന് തോന്നുന്നു. ആ സമയത്ത് കിട്ടിയതായിരിക്കും. മിസ്റ്റർ കേരള ആകുമ്പോൾ കിട്ടിയതായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോ അല്ലേ അധികം ട്രോഫിയോ മെഡലോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും വീട്ടിലധികം ഇല്ല, റൂമിലും ഇല്ല. അതൊക്കെ എടുത്ത് അടക്കി വെച്ചിരിക്കും, ഒന്നും പുറത്തേക്ക് എടുത്തില്ല. ഈ ഷോക്കൻസറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണേ. അപ്പൊ അത് കാരണം വാരി കൂട്ടിയിട്ടിരിക്കുക, മൂടി വെച്ചിരിക്കുക അല്ലേ? ഇനിയിപ്പോ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ജിൻഡോ ചേട്ടൻ കപ്പായിട്ട് വരുമ്പോ കപ്പ് എവിടെ വെക്കാനുള്ള ഒരു സ്ഥലം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലം ഇതിനകത്ത് ഒരുക്കിയിട്ടില്ല. ഒരുക്കണം. അതെ, നമുക്കൊരു സർപ്രൈസ് കൊടുത്തൊരു സ്ഥലം ഒരുക്കി വെച്ചാലോ? ആദ്യം എല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന അപ്പച്ചനാണല്ലോ. അതെ അല്ലേ? ഞാൻ അതിന് പ്രത്യേകമായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കും. എവിടെ ഉണ്ടാക്കും? എവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ വെക്കും. ഇവിടെ വെക്കും. വരുമ്പോ തന്നെ കാണും. അതെ, അപ്പൊ അവിടെ തന്നെ വെക്കാം. പണി തീർന്നിട്ടില്ല. പിന്നെ വീട്ടിനകത്ത് ആരും ഇല്ലല്ലോ താമസിക്കാൻ. അപ്പൊ അതാണ് ഇങ്ങനെ കിടക്കാൻ. അതെ, ഇനി നമുക്ക് കുറെ സ്ഥലങ്ങൾ എന്ന് പറയാം.
ഇപ്പൊ പെര വിളിച്ച് വന്നപ്പോ ഇവിടുത്തെ ഷോക്കേസ് പോയി കുഞ്ഞി വാർക്കാനും ഇതിനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോ അതെ പിന്നെ അത് റൂമായിരുന്നു ആ റൂമും വിളിച്ച് ഹാളിലേക്ക് ഒന്നിപ്പിച്ചു വന്നു. പാവം അപ്പച്ചനും അമ്മച്ചും നന്നായിട്ട് കിതച്ച് അല്ലേ എന്റെ കൂടെ നടന്ന്. എന്നാലും പാവം വയ്യ. എന്നാലും ഞാൻ ചോദിച്ചപ്പോ നമുക്ക് പെട്ടെന്ന് നോക്കി വരാന്ന് പറഞ്ഞു കേട്ടോ. ബുദ്ധിമുട്ടായോ? ഇല്ലല്ലോ. അവിടുത്തെ ഫോട്ടോ എടുത്തായിരുന്നോ? അതെ അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ വീടും വീട്ടുകാരും അല്ലേ? ജിൻഡോ ചേട്ടന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയും അപ്പച്ചനുമാണ്. അപ്പൊ എന്താ പറയുക, ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നത് ജിൻഡോ ചേട്ടൻ കപ്പും കൊണ്ട് വരുമ്പോ നമ്മൾ വരും. വിളിക്കോ? വിളിക്കും. നിങ്ങൾ വരണോ? വരണോ? അന്ന് എനിക്ക് കൂടി ചിക്കൻ ഉണ്ടാക്കി വെക്കണം. എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പൊ നമുക്ക് അന്ന് കാണാം അല്ലേ? അപ്പൊ എല്ലാരോടും ഒരു ബായ് പറഞ്ഞേ. ബൈ 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 ബൈ. ഓക്കെ. ബൈ.